ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനച്ചപ്പും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഡബിൾ വെള്ളം ചേർത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട്. അതുപോലെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനച്ചപ്പും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതിലേക്ക് ഉടച്ച് ചേർക്കുന്നുണ്ട്. ഉപ്പും കുറച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയും ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പൂരിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുകയാണ്. ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഞാൻ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് പൊരിച്ചെടുത്തതിന് ശേഷം ഈ പുളിവെള്ളത്തിലേക്ക് വെല്ലം ചേർത്ത് കുറുക്കിയെടുക്കുന്നുണ്ട്. അതിലും കുറച്ച് ഉപ്പും അതുപോലെ മുളകും ചേർത്തിട്ട് മാറ്റി വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. മുളകും ഉപ്പും ആവശ്യത്തിന് ഇട്ടാൽ മതി. പാനിപ്പൂരിക്ക് വേണ്ട 3 ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൂരി ചെറുതായിട്ടൊന്ന് ഉടക്കുക. അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടിലെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുളിവെള്ളവും വെല്ലവും കൂടിയുള്ള ആ രസം കുറച്ച് 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിച്ചപ്പും മുളകും കൂടിയുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കണേ.